നബിവാക്യം. 2 അനുഗ്രഹങ്ങൾ, അതിൽ അധികം ആളുകളും വഞ്ചിതരാണ്. ആരോഗ്യവും ഒഴിവു സമയവുമാണവ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടവയാണ് ആരോഗ്യവും അതേപോലെ തന്നെ ഒഴിവു സമയവും. എന്നാൽ ഒട്ടുമിക്കവരും അവയുടെ മൂല്യം മനസ്സിലാക്കാതെ അവയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ രോഗിയാവണം എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് ഒഴിവുവേളകളും. ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാതെ എത്രയോ സമയമാണ് വെറുതെ പാഴാക്കുന്നത്. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മൊബൈലിലാണല്ലോ. മനുഷ്യന് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഒഴിവു സമയം. അതെല്ലാം ഇപ്പോൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. ലഭിച്ചാൽ തന്നെയും കൂടുതൽ കാലം നിലനിൽക്കുകയുമില്ല. ഒഴിവു സമയം ലഭിച്ചാൽ പലരും വില കുറഞ്ഞ വിനോദങ്ങൾക്കും പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കുമായിട്ടാണ് അത് ചിലവഴിക്കുന്നത്. ഒഴിവു സമയങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. നിന്റെ തിരക്കുകൾക്ക് മുമ്പ് നീ നിന്റെ ഒഴിവുവേളകളെ ഉപയോഗപ്പെടുത്തുക എന്ന് നബി പറഞ്ഞതായിട്ട് കാണാം. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നീ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ ഏർപ്പെടുക. ഒഴിവു ദിനങ്ങൾ പാപങ്ങൾ ചെയ്യാനുള്ള അവസരമാക്കി മാറ്റരുത്. ദുശ്ശീലങ്ങളും ദുശ്ചിന്തകളും ഒഴിവുവേളയിൽ നമ്മെ വേട്ടയാടും. അവസരങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളുമാണ് പലപ്പോഴും തിന്മകളിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത്. അത്തരം വഴികൾ അടച്ചിടുവാനും സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒഴിവുവേളകൾ പുതിയ വിജ്ഞാനങ്ങൾ ആർജിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. ദിനേന മാനവികവും സാങ്കേതികവും ശാസ്ത്രീയവുമായ നിരവധി വിജ്ഞാനങ്ങളാണ് രൂപം കൊള്ളുന്നത്. നമ്മുടെ താല്പര്യമനുസരിച്ച് ഇതിലേതാണ് തനിക്ക് യോജിച്ചതെന്നും ഏതാണ് പ്രയോജനപ്രദമെന്നും കണ്ടെത്തി അത് പഠിക്കാൻ ഒഴിവുവേളകൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പുസ്തക വായന കൈവിട്ടുപോയ ഒരു ആസുര കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പുതിയ ലോകത്തേക്കും ചിന്തകളിലേക്കുമുള്ള വാതായനമാണ് നല്ല പുസ്തകങ്ങൾ. ഒഴിവു സമയങ്ങൾ പുസ്തക വായനയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്.